Watch full episodes on Jio Hotstar. Hello, ma'am. വരൂ വരൂ വേഗം ഇവിടുന്ന് പോകാം. മോട്ടു മോനെ നീ വന്നു. മോനെ നിനക്ക് സുഖമല്ലേ? എന്റെ പൊന്നുമോനെ നിനക്ക് സുഖമല്ലേടാ? പറയടാ മോട്ടു. ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ അച്ഛാ. ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ. ഇതെന്താ അച്ഛന്റെ കണ്ണിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? ഇത് അഴിക്കച്ചാ. ഞാനിത് അഴിക്കാൻ പോവാ അച്ഛാ. മോട്ടു പ്ലീസ്. സോറി ഞാൻ പറയാൻ മറന്നുപോയി. ആ കണ്ണടയ്ക്ക് ചുറ്റും കറണ്ട് ഉണ്ടായിരുന്നു. അത് ആരും എടുക്കാതിരിക്കാൻ വേണ്ടി. അത് തുറക്കാൻ വേണ്ടി ഒരു കോഡുണ്ട്. അതാ സാർക്കിനും ലെപ്റ്റൂനും മാത്രമേ അറിയൂ. എത്ര കാലത്തിന് ശേഷമാ വന്നത്, എന്നിട്ടും എനിക്ക് നിന്നെ കാണാൻ ഒക്കുന്നില്ല. മിനി, എന്റെ മോൻ എങ്ങനെയുണ്ട്? ശരിക്കും നിങ്ങളെ പോലെ തന്നെയുണ്ട്. നിങ്ങൾ കാണുവച്ചാ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനു മുൻപ് ഞാൻ ചെന്ന സാറിനെ ഒന്ന് കാണട്ടെ. മോഹൻ സിംഹ, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. നിങ്ങൾക്കൊരു മകനുണ്ട്. നിങ്ങളും കള്ളം പറയാറില്ലല്ലേ? കാരണം കള്ളം പറഞ്ഞാൽ കാക്ക കൊത്തും. എനിക്കാണ് കാക്കകളെ ഭയങ്കര പേടിയാ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും പേടിയാണെന്ന്. വിടന്നെ, വിട്, വിടാനാ പറഞ്ഞത്. വെൽക്കം മോട്ടു. വെൽക്കം ടു എക്സ്ആർ പ്ലാനറ്റ്. താങ്ക് യു മിനി. നീ വളരെ തന്ത്രപൂർവമാണ് ജോലി ചെയ്തത്. മോട്ടുവിന്റെ അച്ഛന്റെ വിശ്വാസം നേടിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പൊ ഈ സഹായം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ കൊടുക്കാനുള്ള നിന്റെ തന്ത്രമായിരുന്നു അല്ലേ? ഓ, നീ വളരെ ഇന്റലിജന്റ് ആണല്ലോ. മനസ്സിലാക്കി കളഞ്ഞു. മിസ്റ്റർ മോഹൻ സിംഹ, എന്റെ കൂട്ടുകാരാ, സഹോദര, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കള്ളം പറയാറില്ലെന്ന്. കള്ളം പറഞ്ഞ കാക്ക കൊത്തും. എനിക്കാണെങ്കിൽ കാക്കയെ പേടിയും. ഇനിയും നിങ്ങൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം എനിക്ക് തന്നില്ലെങ്കിൽ ഞാനിപ്പോ സത്യം പറയുന്നു, മോട്ടുവിന്റെ ബുദ്ധി ഞാൻ ബ്ലാങ്ക് ആക്കി കളയും. പിന്നെ അവന് നിങ്ങളെ മാത്രമല്ല സ്വയം തിരിച്ചറിയാൻ പോലും കഴിയില്ല. ആ സമയം തന്നെ ഞാൻ അവനെ നിങ്ങളോട് ഫൈറ്റ് ചെയ്യിക്കും. സ്റ്റാർട്ട് ദ മിഷൻ. എന്റെ കൂട്ടുകാരനെ വിട്ടേക്ക്. വേണ്ട. നീ എന്റെ മോനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. വിട്, അവനെ വിട്. അവനെ വിടാൻ ഞാൻ പറയാം. ഞാൻ എല്ലാം പറയാം. അച്ഛാ, അച്ഛാ, ഇവനോടൊന്നും പറഞ്ഞേക്കല്ലേ. സോറി മോട്ടു, ജീവിതത്തിൽ മുഴുവൻ നിന്നെ ഞാൻ രക്ഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോ എന്റെ ജീവന് യാതൊരു വിലയുമില്ലാത്ത ഈ സമയത്ത് നിന്നെ കൂടി ഞാൻ കെണിയിലാക്കി. സോറി മോനെ. മതി മതി, ഒരുപാട് ഇമോഷണൽ ആക്കല്ലേ. എനിക്ക് കരച്ചില് വരും. മോഹൻ സിംഹ, പെട്ടെന്ന് പറയൂ. എന്തൊക്കെയാ പറയണ്ടെന്ന് വെച്ചാ സാറ് കേൾക്കുന്നുണ്ട് അല്ലേ ബോസ്?
മമ്മി ഫൈറ്റ് ഇപ്പൊ തുടങ്ങാൻ പോവാണല്ലോ. ഇക്കാര്യത്തിൽ എനിക്ക് 20 മിനിറ്റിന് അനുഭവം പോലും ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ചെയ്യാനൊന്നുമില്ല തങ്ങേ, ഓടിക്കോ. ഇങ്ങോട്ട് വാ. വാടാ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ ഒക്ടോബസ് റോബോട്ട് എന്ത് ചെയ്തിട്ട് നശിക്കുന്നില്ലല്ലോ. വരൂ, പുറത്തേക്ക് ഓടാൻ ചങ്കേ, നമുക്ക് പോവാം. ഇല്ല, ഞാൻ എന്റെ അച്ഛനില്ലാതെ ഇവിടുന്ന് വരികയില്ല. എന്റെ മോട്ടു, ഇപ്പൊ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ എങ്ങനെ അച്ഛനെ രക്ഷിക്കുന്നേ? ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാം. പിന്നെ നമുക്ക് മുഴുവൻ തയ്യാറോട് കൂടി വരാം. ഓടിക്കോ, ഓടിക്കോ ചങ്കേ. അച്ഛാ, ഞാൻ തിരിച്ചു വരും. എനിക്ക് വേണ്ടി അച്ഛൻ കാത്തിരിക്കണം. നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. Hands up. Hey, the name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഇവിടെ കുട കിട്ടാൻ സാധ്യത ഉണ്ടോ? മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്യാൻ പോവാന്ന്. Thank you. അല്ല, ഇതെങ്ങനെ ഇയാൾ ചെയ്തത്? ഈ തോക്ക് മുകളിലോട്ട് പിടിച്ച് വെടിവെച്ചാ മതി. യാ. ചിങ്കം സാറേ. സാർ, പെട്ടെന്ന് ഈ വേസ്റ്റ് കുഴിയിലേക്ക് എടുത്ത് ചാടിക്കോ. നിങ്ങൾ നേരെ വേസ്റ്റ് ട്രക്കിലേക്ക് ചെന്ന് ചാടും. ഞാൻ നിങ്ങളെ ഇവിടുന്ന് പുറത്തെത്തിക്കാം. വേഗം. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ നോക്കുമ്പോ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇടിക്കുന്നത്? ആദ്യം മിനി ഞങ്ങളെ സഹായിച്ചു, എന്നിട്ട് അവസാനം കുടുക്കി കളഞ്ഞു. പറ, ഇനി നിനക്ക് ഞങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടത്? പറ. ഞാൻ ജീവിതകാലം മുഴുവൻ ഈ സാറിന്റെ അടിമയായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങേരന്റെ മൈൻഡിനെ ബ്ലാങ്ക് മൈൻഡ് എന്ന് വിളിച്ചു. അദ്ദേഹത്തിന് എന്നെ ഒരു വിലയുമില്ല. ഇന്ന് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കും ഈ ബ്ലാങ്ക് മൈൻഡിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. അകത്ത് ലാബ് വെച്ച് കണ്ടില്ലേ ഞാൻ നിങ്ങളെ എന്ത് സ്റ്റൈലായിട്ടാ രക്ഷിച്ചതെന്ന്? ഇവൻ പറയുന്നത് സത്യമാണ്. എനിക്ക് തോന്നിയായിരുന്നു ഇവൻ ആ ലിവർ പിടിച്ച് വലിച്ചത് മനഃപൂർവ്വമാണെന്ന്. വരൂ വരൂ എന്റെ കൂടെ. വേഗം വരൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല.
ആഹാ റെഡി. അച്ഛാ, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. മോട്ടു മോട്ടു നീ വന്നുവോ? എവിടെയാണ് നീ മോട്ടു? എവിടെയാണ് നീ മോട്ടു? അച്ഛാ, എഴുന്നേക്ക് അച്ഛാ. പത്ലു, നീ അച്ഛനെയും കൊണ്ട് താഴേക്ക് പോകൂ. ഞാൻ ഈ ഗോഡ്സിനെയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വരാം. വേഗം വാ. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മോട്ടു. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. പ്ലീസ്, ഒരു അംബ്രല്ല കിട്ടാൻ സാധ്യതയുണ്ടോ? ഇവിടെ മഴ പെയ്യാൻ പോവുകയാണ്. കൊടുക്കരുത്, അവന്റെ കൊട കൊടുക്കരുത്. ഇവൻ എന്തൊക്കെയാ കാണിച്ച് നമ്മുടെ തലയിൽ തേങ്ങ വീഴ്ത്തും. ഇന്നാ പിടിച്ചോക്കോടാ. എന്റെ അമ്മോ, എനിക്ക് പണി കിട്ടിയല്ലോ. നിയമത്തിന് എതിരെയുള്ള വെല്ലുവിളി. ആ കുട എന്റെ കയ്യിൽ താ. ഇതിനാണ് പറയുന്നത് ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. വരൂ വരൂ, പെട്ടെന്ന് ഇവിടുന്ന് പോകാം. ഒക്ടോബസ് റോബോട്ട് എങ്ങാനും വന്നാ ഇവിടുന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടോ? എന്റെ അമ്മോ.
പെട്ടെന്ന് അച്ഛന്റെ ഈ കെട്ടെന്ന് അഴിക്കേ. വേണ്ട വേണ്ട വേണ്ട, നിക്ക് നിക്ക് നിക്ക്, ഞാനൊരു സാധനം കൊണ്ടുവരാം. അത് വെച്ച് അത് നീക്കം ചെയ്താൽ നമ്മളെ കറണ്ട് അടിക്കില്ല. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇതാ പത്തലു, ഇതുകൊണ്ട് വെടിവെക്ക്. ഇതുകൊണ്ട് അത് ഇവാപറേറ്റ് ആയി പോവും. അല്ലെങ്കിൽ നമ്മൾ എത്ര നശിപ്പിക്കുന്നോ അത്രയും അത് ഉണ്ടായി വരും. ഡബിൾ ആയി വരും, ഡബിൾ. അല്ല, ഇത് തീരുന്നത് പോലെ ഇല്ലല്ലോ. സുംബ, നീ അച്ഛനെയും കൊണ്ട് സേഫായ സ്ഥലത്ത് പോ, ഞങ്ങൾ എത്തിക്കോളാം. പൊളിച്ചെടുത്തല്ല, നമ്മുടെ സമയം അടുത്തുന്നാ തോന്നുന്നേ. മോട്ടു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമല്ല പത്തലു. ഫൈറ്റ് ഫൈറ്റ്. എന്റെ മോട്ടു, ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്ക്. ഫുർഫുറി നഗറിൽ നിന്ന് ഇങ്ങനെ എമർജൻസിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നല്ല മണം. സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ. നിനക്കാണോടാ ഇത്ര ധൈര്യം? ഇന്ന് പിടിച്ചോ, ഇന്ന് പിടിച്ചോ. ഇതാ നിനക്ക്. ഓടിക്കോ, ഓടിക്കോ. ഇല്ല, ഞാൻ അവനെ തീർത്ത് കളയും. പത്തലു, കുറച്ചുകൂടെ സമൂസയുണ്ടോ? ഇല്ല, എല്ലാം തീർന്നു പോയി. കുഴപ്പമില്ല സാറിന്, ഞാൻ തന്നെ ധാരാളം.
ഇത് ഞാൻ വെറുതെ വിടില്ല. എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അത്ര എളുപ്പമല്ല മോട്ടു. സാർ, നിന്റെ കിരാത മരണം ഇത് അവസാനിച്ചിരിക്കുന്നു. ഇനി നീ ജയിലിൽ പോയി കിടക്കും. സുംബ ഇവിടെയുള്ളവരുടെ രാജാവുകയും ചെയ്യും. കള്ളം പറഞ്ഞ കാക്ക കൊത്തും. അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാ ഞാൻ കള്ളം പറയാത്തത്. അഥവാ സാർ രാജാവായില്ലെങ്കിൽ വേറെ ആരും ഇവിടെ ആവണ്ട. ഇപ്പൊ എല്ലാം തീരും. പൊളിച്ചെടുത്തല്ലോ. ഇയാള് ടൈം ബോംബ് ഓൺ ചെയ്തെന്നാ തോന്നുന്നേ. ആരെങ്കിലും ഒന്ന് തടയണേ. വെറും 10 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. സമയം എണ്ണാൻ തുടങ്ങിക്കോളൂ. കൗണ്ട് ഡൗൺ തുടങ്ങി. ബോംബിനെ നിർവീര്യമാക്ക്. നീ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി. ഇപ്പോൾ നീ വെറും ശിശുവാണ്. ഇപ്പോൾ നിനക്ക് ഓടിക്കളിക്കേണ്ട പ്രായമാണ്. പോയി അങ്ങുമിങ്ങും ഓടിക്കളിക്കേ. സബാഷ് മോട്ടു. ಹತ್ತಲ ಬಿತ್ತಲ ದಾವಣಾಚಿ ಚುಕ್ಕು ಬರಿಚಡ ಜೋಳಾಚಿ ಬರಿಯ ಬಂದು ಬೆಳಕೂರಿ ಶೂ ಶೂ ಶೂ. എന്റെ രോഗികളാണോ സത്യം? ഞാൻ ബേബി സിറ്റിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. ഹലോ ചങ്കുകളെ, ആരെങ്കിലും ഇവനെ ഒന്ന് പിടിച്ചേ. വരൂ അച്ഛാ, നമുക്ക് വീട്ടിൽ പോവാം. പറ്റില്ല മോനെ. എന്റെ മിഷൻ ഇനിയും പൂർത്തിയായിട്ടില്ല. ദേശവാസികളെയും ഏലിയനെയും എനിക്ക് ഒന്നിപ്പിക്കേണ്ടതായുണ്ട്. എനിക്ക് വീണ്ടും ആ മിഷൻ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. മോട്ടു പത്ലു, എനിക്കിത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലത്ത് എത്ര സ്നേഹിതരായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. നിങ്ങളുടെ ഐക്യം ഒരിക്കലും തകരാതിരിക്കട്ടെ. പിന്നെ നിങ്ങളുടെ കൂടെ ഡോക്ടർ ജട്ക, സിംഗം, ഗസിറ്റാരാം പോലുള്ള സുഹൃത്തുക്കളുമുണ്ടല്ലോ. മാത്രവുമല്ല, എന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. മോട്ടു, പത്ലു, ശരി കുഞ്ഞുങ്ങളെ, പിന്നീട് നമുക്ക് കാണാം. എന്റെ മിഷൻ പൂർത്തീകരിച്ചിട്ട് ഞാൻ മടങ്ങി വരാം.
വരട്ടെ. അച്ഛന്റെ ശരീരം നോക്കണേ അച്ഛാ. നീയും മോനെ. അതെ സുംബ, നിങ്ങളൊക്കെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. താങ്ക് യു, താങ്ക് യു. ഇനി എക്സാർ പ്ലാനറ്റ് നിങ്ങളുടേതാണ്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. ഞാനിനി സൂംബയുടെ കൂടെ ചേർന്ന് ജോലി ചെയ്തോളാം. താങ്ക്സ് ലപ്പാട്ടു, താങ്ക്സ്. നിന്റെ സഹായം ഇല്ലാതെ എനിക്കൊരിക്കലും എന്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ബൈ ബൈ. വീണ്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. വരട്ടെ വല്യേട്ടാ. മമ്മി, മോട്ടുന്റെ അച്ഛനെ ഞങ്ങളെ രക്ഷിച്ചു. ഇനി ഞാൻ മമ്മീനെ കാണാൻ വരുന്നുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.